استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അള്ളാഹു പാപം പുറത്തു നൽകുക മാത്രമല്ല, അള്ളാഹു മഴ നിങ്ങൾക്ക് വർഷിച്ചു നൽകുമേ. കാരുണ്യത്തിന്റെ മഴയാണ്, കുത്തിച്ചൊരിയുന്ന മഴ അള്ളാഹു വർഷിച്ചു നൽകുമേ. തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതൊക്കെ തൗബയിലൂടെ കിട്ടുള്ളൂ. ഇസ്തിഗ്ഫാർ ചെയ്തു നോക്കിയാൽ നല്ല മഴ കിട്ടും. ഇന്ന് രാത്രി തന്നെ മഴ പെയ്യും, ഉറപ്പാണ്. ശരിക്കും മനസ്സിരുത്തി തൗബ ചെയ്യണം. ഖുർആനാണ്, അല്ലാഹ് പറഞ്ഞതാണിത്. യുർസിലിസ് സമാഅ അലൈക്കും മിദറാറാ, കുത്തിച്ചൊരിയുന്ന മഴ അല്ലാഹു നിങ്ങൾക്ക് വർഷിച്ചു നൽകുമേ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, കച്ചവടമില്ല, പ്രയാസമാണ്, സാമ്പത്തികമായി ഞെരുക്കമാണെന്ന് പറയുന്നവരെ അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് നൽകമേ. മക്കളില്ലാതെ വിഷമിക്കുന്നതായ മുഅ്മിനേ മുഅ്മിനത്തേ, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ വബനീന, അള്ളാഹു നിങ്ങൾക്ക് സന്താനങ്ങളെ നൽകുമേ. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. അൻവാർ ശേരിയുടെ തിരുമുറ്റത്ത് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, നിനക്ക് എപ്പോഴും ചൊല്ലാൻ സാധിക്കുന്ന നിന്റെ നാവിന്മേൽ എളുപ്പമായ ദിക്റല്ലേ അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഉന്നതനായ അല്ലാഹുവിനോട് ഞാൻ പാപമോചനത്തിന് തേടുകയാണ്. നീ ചെയ്തതാകുന്ന സകല തിന്മകളും പടച്ച റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശുദ്ധമായ റമദാനിന്റെ 27-ാം രാവിൽ നാഥനാകുന്ന റബ്ബിനോട് നീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അല്ലാഹു നിന്റെ പാപം പുറത്തു നൽകുക മാത്രമല്ല, നിനക്ക് മഴ വർഷിച്ച് നൽകുക മാത്രമല്ല, അല്ലാഹു നിനക്ക് സമ്പത്ത് നൽകുക മാത്രമല്ല, അല്ലാഹു നിനക്ക് സന്താനങ്ങളെ നൽകുക മാത്രമല്ല, സ്വർഗീയ അരുവികളും സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. ആദരവായ പ്രവാചകർ പറഞ്ഞില്ലയോ, മല്ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ ഫറജാ വമിൻ കുല്ലി ഹമ്മിൻ മഖറജാ ويرزقه من حيث لا يحتسب. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ലാസിമാക്കിയാൽ മുടങ്ങാതെ ചെയ്തു വരുന്ന മനുഷ്യ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തതല്ലേ. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്തഗ്ഫിറു ലഹു 70 മറത്തൻ ഔ 100 മറ, 70 100 പ്രാവശ്യമോ മുടങ്ങാതെ എല്ലാ ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്ന പ്രവാചകരുടെ തിരുസുന്നത്ത് നീ മുറുകെ പിടിച്ചാൽ എല്ലാ മനപ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സംരക്ഷണം നൽകുമേ. എല്ലാ ദുരിതങ്ങളിൽ നിന്നും അല്ലാഹു നിനക്ക് റാഹത്ത് നൽകുമേ. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് റിസ്ക് നൽകുമേ എന്നും നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. വിഭവങ്ങൾ അധികരിക്കും, വീട് വാഹനം എല്ലാം പെട്ടു. റിസ്ക് എന്ന് പറഞ്ഞാൽ അന്നപാനീയങ്ങൾ മാത്രമല്ല, എല്ലാം ഉൾപ്പെട്ടു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതൊക്കെ ഏറ്റവും കൂടുതൽ റിസ്ക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിലേക്ക് ഏൽപ്പിച്ച് അവരത് ഓരോ സ്ഥലങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുന്നതാകുന്ന രാവ് കൂടിയാണ് ലൈലത്തുൽ ഖദ്ർ. അതാണ് നിർണയ രാത്രി. നമ്മുടെ റിസ്ക്കും അടുത്തൊരു വർഷത്തേക്കുള്ള നമ്മുടെ ആയുസ്സും ഒക്കെ തീരുമാനിക്കപ്പെടുന്നതാകുന്ന രാവാണ്. അതുകൊണ്ടാണല്ലോ ഈ രാവിന് ഇത്രയേറെ പുണ്യവും ഇത്രയേറെ മഹത്വവും മനസ്സിലാക്കി നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലി പാപമോചനം തേടി നാഥനായ റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തുന്നത്. ഖേദവും ദുഃഖവും നമുക്ക് അനിവാര്യമാണ്. അല്ലാഹയെ പേടിച്ച് പൊട്ടിക്കരയുന്നവന് നരകം ഹറാമാണ്. അവൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കൂല. ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. എന്ത് വേണം അതിന്? ഇസ്തിഗ്ഫാർ ദായിമാക്കണം. എപ്പോഴും ഇസ്തിഗ്ഫാർ, 100 വട്ടം ഇസ്തിഗ്ഫാർ ചെല്ലാതെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ പാടില്ല. ഇന്ന് നമ്മൾ സുന്നികൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ വ്യക്തമായി പറയും. നമ്മൾ ഇന്ന് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറിനും ലാ ഇലാഹ ഇല്ലല്ലാഹും സ്വലാത്തിനും ഈ പറഞ്ഞ ഇസ്തിഗ്ഫാറിനും ഒന്നും മഹത്വം കാണുന്നില്ല. അർത്ഥം അറിയാത്ത എന്തെങ്കിലും ഒരു ദിക്ർ കിട്ടിയ വലിയ കിട്ടലായിട്ട് നടക്കുക.
നമുക്കതാ ഇന്ന് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം. ഈ ദിക്റുകൾക്കുള്ള മാഹാത്മ്യവും ഖുർആൻ വെച്ചുകൊണ്ട് സംസാരിക്കുന്നതിനാൽ മണിക്കൂറുകൾ വേണം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആ ഇന്ന് വില കൊടുക്കുന്നില്ല. റബ്ബന ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. ഈ പ്രാർത്ഥന ഒരു ഖതീബ് ദുആ ചെയ്താൽ ആ ഖതീബിന് വിലയില്ല. കടുകട്ടിയുള്ള വാക്ക് കേട്ടിട്ട് ദുആ ഇറക്കുന്നവരെയാണ് ആളുകൾ ഇന്ന് തേടുന്നത്. ഈ ഖുർആനികമാകുന്ന പ്രാർത്ഥനകൾ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചെയ്ത ദുആആൻ. ആരാണ് ശ്രദ്ധിക്കുന്നത്? ആർക്കാണ് ഇതിന് വില കൊടുക്കാൻ സാധിക്കുന്നത്? നമ്മൾ അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങുക, ഖുർആനിന്റെ പ്രാർത്ഥനകളെ ശ്രദ്ധിക്കുക. വലിയ അർത്ഥവത്തായ പ്രാർത്ഥനകളാണ്, നിസ്സാരമായ പ്രാർത്ഥനകളല്ല. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സഅത് മുസ്തഖറൻ വമുഖാമ. സുബ്ഹാനല്ലാഹ്. അതിനേക്കാൾ വലിയ ദുആ ഏതാണ് സഹോദരങ്ങൾ? നരകീയ മോചനം, അതല്ലേ ഏറ്റവും വലുത്. ഫമൻ സുഹസിഹാനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ടിക്കറ്റ് ആർക്കെങ്കിലും ലഭിച്ചോ? ഫഖദ്. അതുകൊണ്ടല്ലേ റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന 10 അല്ലാഹുവിനോട് തേടുന്നത്, അല്ലാഹുവേ اللهم اعتقني من النار وادخلني الجنة يا رب العالمين. നരകത്തിൽ നിന്ന് പിരടിയെ ഒന്ന് മോചിപ്പിച്ച് നൽകണേ അല്ലാഹ്, സ്വർഗത്തിലേക്ക് കടത്തണേ അല്ലാഹ്. ചോദിക്കാതെ ഒരു മുഅ്മിനും പോകാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, സ്വർഗം ചോദിക്കാതെയും നരകത്തെ തൊട്ട് കാവൽ തേടാതെയും നിന്റെ ജീവിതം പോകാൻ പാടില്ല. ലാ ഗനാ ലക്കും അൻഹുമാ. അത് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള തേട്ടത്തിന്റെ സമയവും സന്ദർഭവുമാണിത്. നരകീയ മോചനം നമുക്ക് സാധ്യമാക്കിയെടുക്കണം. അതിനേറ്റവും ഉപയുക്തമായ അമലാണ് 40 ദിവസം മുടങ്ങാതെ ജുമഅയും ജമാഅത്തും പുരുഷന്മാര് ഇമാമിന്റെ അവ്വല് തക്ബീറിൽ നീ ശ്രദ്ധിക്കും. നരകീയ മോചനം കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൻ സല്ലല്ലാഹു 40 യൗമൻ യുദ്രികു തക്ബീറത്തൽ ഊല ഫി ജമാഅത്തിൻ കുതിബ ലഹു ബറാഅതാനി ബറാഅത്തും മിനൻ നാരി വബറാഅത്തും മിനൻ നിഫാഖി ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകീയ മോചനം, കാപട്യത്തിൽ നിന്നുള്ള മോചനം, 2 കാര്യങ്ങൾ സാധ്യമാകും. 40 ദിവസം എന്ത് വേണം? ഇമാമും ജമാഅത്തും കറക്റ്റ് ആയിരിക്കണം. ഇമാമ് അവ്വല് തക്ബീർ കെട്ടുമ്പോൾ നമ്മളൊക്കെ പള്ളിയിൽ വരണം. അതിന് ഈ റമദാനിൽ ചെയ്തു വെച്ച ശീലം നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് മുടങ്ങാതെ മുന്നോട്ട് പോകണം. ആരാണ് റമദാൻ കൊണ്ട് വിജയിച്ചവനാരാ? പെരുന്നാളിന് അന്നത്തെ ദിവസം അലി റളിയല്ലാഹു അൻഹുവിനെ ഒരു വ്യക്തി കാണുകയാണ്. ശ്രദ്ധിക്കണം, ഞാൻ നിർത്തുകയാണ്. ഒറ്റ ചരിത്രം കേൾക്കൂ. അലി റളിയല്ലാഹു അൻഹുവിനെ ഒരു വ്യക്തി കണ്ടു. എങ്ങനെയാണ് അലി റളിയല്ലാഹു അൻഹു യഅകുലു ഖുബ്സൻ, ബഹുമാനപ്പെട്ടവർ ഒരു റൊട്ടി കഷ്ണം കഴിക്കുന്നുണ്ട്. ജാഫൻ, ഉണങ്ങിയ റൊട്ടി കഷ്ണമാണ് കഴിക്കുന്നത്. ഉടനെ ഇദ്ദേഹം വന്നിട്ട് ചോദിച്ചു, അതഅകുലു ഖുബ്സൻ ജാഫൻ ഫി യൗമിൽ ഈദ്. പെരുന്നാൾ ദിവസമായിട്ട് നിങ്ങൾ ഈ ഉണങ്ങിയ റൊട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതാണ് അടിക്കുന്നത്, വേറെ ഒന്നും കിട്ടുന്നില്ല. പെരുന്നാളല്ലേ, ഇതാണ് കഴിക്കുന്നത്. ഉടനെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ആർക്കാണ് പെരുന്നാൾ? പെരുന്നാൾ എന്ന് പറയുന്നത് ആർക്കാണ്? ആരാണ് പെരുന്നാൾ ആഘോഷിക്കാൻ ബന്ധപ്പെട്ടവൻ? പെരുന്നാൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല. മൻ ലബിസൽ ജദീദ, പുതുവസ്ത്രം ധരിച്ചവനല്ല പെരുന്നാൾ ആഘോഷിക്കുന്ന വ്യക്തി. അല്ലെങ്കിൽ അക്കല സരീദ, നല്ല പത്തിരിയും ഇറച്ചിയും കഴിക്കുന്നവനല്ല പെരുന്നാൾ ആഘോഷിക്കുക. മറിച്ച് ആരാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ടത്? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ നോമ്പ് നോറ്റ് ആ നോമ്പ് സ്വീകരിക്കപ്പെട്ടു എന്ന് ഉറപ്പുള്ളവൻ, ഇന്നലകളിൽ നിസ്കരിച്ചു തീർത്തതാകുന്ന തറാവീഹ് നമസ്കാരങ്ങളെല്ലാം അള്ളാഹു സ്വീകരിച്ചു എന്ന് ഉറപ്പുള്ളവൻ, തീർച്ചയായും അവനാണ് പരിശുദ്ധമാക്കപ്പെട്ട പെരുന്നാള് ആഘോഷിക്കാൻ ബന്ധപ്പെട്ടവൻ. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും പെരുന്നാളാണ്. ഇന്നും എനിക്ക് പെരുന്നാളാണ്, നാളെയും എനിക്ക് പെരുന്നാളാണ്. എല്ലാ ദിവസവും തെറ്റ് ചെയ്യാത്ത ഒരു മുഅ്മിനിന് പെരുന്നാൾ തന്നെയാണ്. ഒരു മുഅ്മിൻ അവന്റെ യഥാർത്ഥ ജീവിതം എല്ലാ ദിവസവും ആഘോഷമാക്കി മാറ്റണമെങ്കിൽ ആർക്കാണ് ആഘോഷിക്കാൻ സാധിക്കുക? പെരുന്നാൾ. പരിശുദ്ധ റമദാനിൽ നോമ്പുകൾ സ്വീകരിക്കപ്പെടുകയും പരിശുദ്ധമാക്കപ്പെട്ട തറാവീഹ് അടക്കമുള്ള നമസ്കാരങ്ങൾ കൊണ്ട് സ്വീകാര്യത വരുത്തി എന്ന് ഉറപ്പ് കിട്ടുകയും തെറ്റുകളിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കുകയും ചെയ്ത വ്യക്തിക്കാൻ അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സ് അതിനെ നിദാനമാക്കുമാറാവട്ടെ.
ഇൻഷാ അല്ലാഹ് ബഹുനിരാകുന്ന ഉസ്താദ് അവരുടെ ദുആയിലേക്ക് കടക്കാൻ അല്ലാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ധാരാളം കാലം നമുക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുനിരാകുന്ന മഅദനി ഉസ്താദിന് മോചനം കിട്ടി, അഥവാ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയ വിവരം നമ്മളെല്ലാവരും അറിഞ്ഞു. ഇനി പരിപൂർണ്ണ മോചനവും കിട്ടണം. അതിനുവേണ്ടി ആയിരിക്കണം ഇന്നത്തെ നമ്മുടെ ദുആ. ശരിക്കും ദുആയിരക്കാൻ നിങ്ങൾ ദുആയിരുന്നാൽ അല്ലാഹു സ്വീകരിക്കും. അതിന് ഏറ്റവും വലിയ ഉറപ്പാണ്. ഈ റമദാനിൽ നിങ്ങളൊക്കെ ഒന്ന് മനസ്സ് വെച്ച് ദുആയിരുന്നപ്പോൾ മറ്റേതിങ്ങനെ കേൾക്കുകയാണ്, വാർത്ത കേൾക്കുമ്പോൾ ഒരു ചെവിയുടെ കേട്ട് മറ്റേ ചെവിയുടെ വിടുകയാണ്. റമദാനിൽ നിങ്ങളൊക്കെ ഒന്ന് മനസ്സിരുത്തി ദുആ ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഒരുപാട് മോമിനികൾ അല്ലാഹു ഒന്ന് ജാമ്യം കിട്ടിയാൽ മതിയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയും ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കൊതിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ദുആ ചെയ്തപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ അറിയുന്നില്ല, വലിയ വിലയാണ്, വലിയ ഖൈറാണത്. അതിലൂടെ അൽഹംദുലില്ലാഹ് 3 മാസത്തേക്കുള്ള ജാമ്യം റെഡിയായി. പരിപൂർണ്ണ മോചനവും കിട്ടാൻ നിങ്ങൾ ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിൽ ഉസ്താദിനെ മറക്കരുത് എന്ന് പ്രത്യേകമായി ഉറപ്പെടുത്താൻ അല്ലാഹു പരിപൂർണ്ണ മോചനം നൽകട്ടെ. മഗ്‌രിബിന് തൊട്ടു മുമ്പുള്ള സമയം ദുആഇന് ഇജാബത്താൻ. വ ഇന്ന ലികുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ ദഅവത്തുൻ മുസ്തജാബത്തുൻ ഫീ കുല്ലി റമദാൻ വ ഇന്നല്ലാഹ അസ്സ വജല്ല ഉതഖാ ഇൻദ കുല്ലി ഫിത്റിൻ. പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ എല്ലാ സമയത്തും മുഅ്മിനിന് ദുആഇന് ഇജാബത്തുണ്ട്. പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയത്ത് കോടാനുകൂടി ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഈ സന്ദർഭത്തിൽ മഗ്‌രിബിന് തൊട്ടു മുമ്പുള്ള ഈ സന്ദർഭം വലിയ ഇജാബത്താണ്. ഉസ്താദ് അവരുടെ കരങ്ങൾ ഉയരുമ്പോൾ കണ്ടമിടര് നമ്മളൊക്കെ ദ്വാരക്കണം. ബഹുനിരാകുന്ന മഅദനി ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഉപ്പ അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് നൽകുമാറാവട്ടെ. ഉമ്മ മരണപ്പെട്ടുപോയി, അല്ലാഹു ദറജ ഉയർത്തുമാറാവട്ടെ. നമ്മുടെയൊക്കെ കുടുംബാദികൾ എല്ലാവർക്കും അല്ലാഹു സന്തോഷവും റാഹത്തും നൽകട്ടെ. ഈ സ്ഥാപനത്തെ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഏതെല്ലാം നിലയ്ക്ക് സഹായിക്കുന്നവരുണ്ടോ വർണ്ണമായ പ്രതിഫലം അല്ലാഹു ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ അവരുടെ പാപം പൊറുപ്പിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലൗലം തുദ്നിബു, നിങ്ങൾ പാപം ചെയ്യാതെ ഈ ദുനിയാവിൽ നിങ്ങൾ തെറ്റുകൾ ചെയ്തിട്ട് അല്ലാഹുവിലേക്ക് പാപമോചനത്തിന് തേടാതെ നിലകൊള്ളുന്നു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലജാഅ ബിഖൗമിൻ, മറ്റൊരു സമൂഹത്തെ പടച്ച റബ്ബ് നിങ്ങൾക്ക് പകരം കൊണ്ടുവരും. ആ സമൂഹം എങ്ങനെയാണ്? അവർ തെറ്റ് ചെയ്യും, എന്നിട്ട് ഫയസ്തഗ്ഫിറൂനല്ലാഹ, അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടും. അത് അല്ലാഹുക്ക് വലിയ പ്രിയമാണ്, അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പൊ തെറ്റ് ചെയ്യുന്ന നമ്മൾ, കുല്ലുബിനി ആദമ ഖത്താഉൻ, ആദം സന്തതികളൊക്കെ തെറ്റുകാരാണ്. തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. ഞാനും നിങ്ങളുമൊക്കെ കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ടുമൊക്കെ പലവിധ തെറ്റുകൾ ചെയ്തവരാണ്. ആ തെറ്റുകൾ മുഴുവനും പൊറുപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ദിനരാത്രങ്ങൾ പവിത്രമായ റമദാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമ്പോൾ ആ തെറ്റുകൾ മുഴുവനും പടച്ച റബ്ബിലേക്ക് ഏറ്റുപറയാനുള്ള ഒരു സന്നദ്ധത, ഖേദത്തോടുകൂടി നിലകൊള്ളുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് പാടെ ഒഴിഞ്ഞു നിൽക്കുകയും ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് ജനങ്ങളോടുള്ള ബാധ്യതകൾ മുഴുവനും പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി തൗബയുടെ നിബന്ധനകൾ മുഴുവനും മേളിച്ചുകൊണ്ട് നിലകൊള്ളുന്ന മനോഹരമായ ഒരു തൗബയുടെ പശ്ചാത്തലം നിനക്കൊരുങ്ങിയാൽ അൽഹംദുലില്ലാഹ്, ഒരു ഉമ്മ പ്രസവിക്കപ്പെട്ട കുട്ടിയെ പോലെ പാപ സുരക്ഷിതത്വം കിട്ടിയിട്ടായിരിക്കും അൻവാശരിയുടെ മുറ്റത്ത് നിന്ന് ഇവിടെ പറയുന്നത്. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ, അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ ഖേദം വരണം. എത്ര തെറ്റുകൾ നമ്മൾ ചെയ്തു വരാം, എത്ര തെറ്റുകൾ ചെയ്തു പോയി. പാപം പൊറുക്കാൻ അല്ലാഹ് റെഡിയാണ്. നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലെന്ന് മാത്രം. എല്ലാവരും തെറ്റുകുറ്റങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നു. അള്ളാഹുവിനോട് 2 മിനിറ്റ് കരഞ്ഞ് ദുആ ചെയ്യാൻ ഇന്നത്തെ തലമുറ തയ്യാറല്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായ മനുഷ്യന്റെ തൗബയെ സ്വീകരിക്കാൻ റെഡിയാണ്. ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ. ഈ ലോകത്ത് തെറ്റുകാരായിട്ടുള്ള മുഅ്മിനത്തെ നിന്റെ തെറ്റുകൾ പടച്ച റബ്ബിലേക്ക് ഏറ്റുപറയാൻ അല്ലാഹു കാത്തിരിക്കുകയാണ്. എത്ര വലിയ തെറ്റുകൾ നീ ചെയ്താലും അല്ലാഹു പുറത്തു നൽകുമേ. പാപ സുരക്ഷിതത്വം നൽകാൻ അല്ലാഹു റെഡിയാണ്. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ ويبسط يده بالنهار ليتوب مسيء الليل.
പാതിരാത്രി സമയത്ത് പടച്ചറപ്പ് ജനങ്ങളുടെ പാപം പൊറുക്കാൻ വേണ്ടി സന്നദ്ധനാണ്, കാത്തിരിക്കുകയാണ്. പകൽ തെറ്റ് ചെയ്ത മനുഷ്യ മാനവാ, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റമദാനിന്റെ 27-ാം രാവായാലും ഏത് രാവുകളായിരുന്നാലും അള്ളാഹുവിലേക്ക് നീ പൊറുക്കലിനെ തേടിയോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപ സുരക്ഷിതത്വം നൽകാൻ റെഡിയാണ്. പാപം പുറത്ത് നൽകാൻ റെഡിയാണ്. ഈ ദുനിയാവിൽ നീ കള്ളു കുടിച്ചവനല്ലേ, വ്യഭിചരിച്ചവനല്ലേ, സിനിമ കണ്ടവനല്ലേ, സീരിയല് കണ്ടവനല്ലേ, മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങളും കൊണ്ടുപോയവനല്ലേ, ഹറാമായ ചാറ്റിംഗ് നടത്തിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങളും പകലുകളും തള്ളി നീക്കിയതാകുന്ന സഹോദരിമാരല്ലേ, അന്യരാകുന്ന പരസ്ത്രീകളുമായി ബന്ധം വച്ചവനല്ലേ, എല്ലാ തെറ്റുകളും നാഥനായ റബ്ബിലേക്ക് ഏറ്റു പറയണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പകൽ തെറ്റിയതാകുന്ന മനുഷ്യന്റെ പാപം പുറക്കാൻ അല്ലാഹു രാത്രിയിലും സന്നദ്ധനാണ്. ويبسط يده بالنهار ليتوب مسيء الليل. പാതിരാത്രി സമയത്ത് ആരോരും അറിയാതെ തെറ്റുകൾ ചെയ്തു കൂട്ടിയ മനുഷ്യ, നിന്റെ പാപം പൊറുക്കാൻ അല്ലാഹു പകലിലും സന്നദ്ധനാണ്. അഥവാ രാവും പകലും അല്ലാഹു നിന്റെ പാപങ്ങൾ പൊറുക്കാൻ റെഡിയാണ്. നീ പൊറുക്കരണേ, ചോദിക്കണേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിലേക്ക് പൊറുക്കലിനെന്ന് തേടണേ. രണ്ടവസ്ഥ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ തൗബ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ തൗബയെ സ്വീകരിക്കുമേ. ഒന്ന് തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് എത്തുന്നതിന് മുമ്പുള്ള സമയമാണ്. മറ്റൊന്ന് സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്നതിന് പകരം പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതായ ലോകാവസാനത്തിന്റെ സമയമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. രണ്ട് സമയത്തിന് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണം, ഇല്ലെങ്കിൽ തൗബ സ്വീകരിക്കൂല ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒന്ന് സക്കറാത്തിന്റെ ഹാല്, എപ്പോഴാണെന്ന് പറയാൻ പറ്റൂല. രണ്ടാമത്തത് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നതിന് പകരം പടിഞ്ഞാറ് ഉദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുക. അതിനു മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണേ. ചെയ്തു പോയിരിക്കുന്ന തെറ്റുകൾ അല്ലാഹുവിനോട് മാപ്പിരക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എത്ര തെറ്റുകളാ സഹോദരങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത്, എത്ര തെറ്റുകളാണ്. ചെറുപ്പക്കാരായ ആളുകൾ മുഴുവൻ ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ അവന്റെ സമയങ്ങളെ ചെലവഴിക്കാൻ പിക്കപ്പ് ലൈനുകൾ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിലകൊള്ളതാകുന്ന ചെറുപ്പക്കാർ ഒരു വിഭാഗം വലിയ തരംഗമായി നിലകൊള്ളുകയാണ്. എവിടേക്കാണ് എത്തിപ്പെടുന്നത്? ആഖിറത്തെ ചിന്തിക്കാൻ അവന് സമയമില്ല, പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സമയമില്ല. നിസ്കാരങ്ങൾ കളഞ്ഞു കുടിച്ചവൻ, പരിശുദ്ധമായ റമദാൻ കടന്നു വന്നിട്ട് പോലും പാപം പഠിച്ചെടുക്കാത്ത മുസ്ലിമീങ്ങൾ സഹോദരങ്ങൾ ഇന്നത്തെ സമൂഹത്തിലില്ലേ? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യുതല്ലബുദു യൗമൽ ഖിയാമ. ഒരടിമയെ അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ്. ഈ ദുനിയാവിലെ തെറ്റുകൾ ചെയ്തവനാണ്, തെറ്റുകൾ വ്യാപകമായി ചെയ്തതാകുന്ന അടിമയാണ്. അല്ലാഹു തിരുഹളറത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തപ്പെടുകയാണ്. കത്തിച്ചൊക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് കത്തിയാട് നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ധാരണ ചെയ്തതായ കോടാനുകോടാനുകൾ നിലകൊണ്ടതായ മഹ്ശറിലേക്ക് യുതല്ലബുദു യൗമൽ ഖിയാമ. ഒരടിമയെ കൊണ്ടുവരപ്പെടുകയാണ്. ഫയതഅല്ലഖു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആരോരും തിരിഞ്ഞു നോക്കാതെ വരുമ്പോൾ ഒരംബിയാ മുർസലീങ്ങളും ആദം നബി അലൈഹിസ്സലാം ആദരവായ പ്രവാചകർ വരെയുള്ളതാകുന്ന സർവ്വ അംബിയാക്കളും ഒരാളും തിരിഞ്ഞു നോക്കാതെ വരുന്ന അവസ്ഥയിലേക്ക് ആ പാവപ്പെട്ട മനുഷ്യൻ എത്തിപ്പെടുന്നു. കാരുണ്യത്തിന്റെ പ്രവാചകൻ അവന്റെ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി തുനിയുകയാണ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവന്റെ പാപം പൊറുക്കാൻ വേണ്ടി പടച്ചറപ്പിലേക്ക്, ആകാശത്തിന്റെ ദിവനായ പടച്ചറപ്പിലേക്ക് ഇരുകരങ്ങളും ഉയർത്താൻ വേണ്ടി തുനിയുമ്പോൾ ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം ഇടപെടുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പറയുകയാണ്, യാ മുഹമ്മദു യാ റസൂലല്ലാഹ്. നബിയേ, നബിയേ, ആരുടെ വിഷയത്തിലാണ് ഇടപെടുന്നത് എന്ന് ചിന്തിക്കണേ റസൂലേ. ഇന്ന ഖസ്മഹു റമളാൻ. ആരാണ് ഇവന്റെ പ്രതിയായിട്ട് നിലകൊള്ളാരെന്നറിയുമോ? ഇവന്റെ എതിരായിട്ട് ഇവനെ നിലകൊള്ളാരെന്നറിയുമോ? ഇന്ന ഖസ്മഹു ശഹ്റു റമളാൻ. ഇവനെതിരായി സാക്ഷി പറയുന്നത്
പരിശുദ്ധമായ റമദാനാണ്. റമദാൻ എന്ന് പറയുന്ന പുണ്യങ്ങൾ കാലമായ റമദാൻ വന്നിട്ട് പാപം പൊറുപ്പിച്ചെടുക്കാത്തവനാണ്. ആ റമദാനിന്റെ ആദ്യത്തെ രാവിലെ തന്നെ ആകാശത്തിന്റെ അധിപനായ പടച്ചറപ്പ് ആകാശത്തെ ലോകത്തേക്ക് മുഅ്മിനീങ്ങളാകുന്ന സജ്ജനങ്ങളുടെ പാപം പൊറുക്കാൻ റെഡിയായി നിലകൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറന്നിടാൻ മലക്കുകളോട് ശാസന നൽകുകയാണ്, മലക്കുകളോട് കൽപ്പിക്കുകയാണ്. നരകത്തിന്റെ വാതിലുകൾ കൊടക്കാൻ വേണ്ടി പറയുകയാണ്. ഏറ്റവും മോശപ്പെട്ടതാകുന്ന പിശാചുക്കളെ ചങ്ങലക്കിടുകയാണ്. ഈ രീതിയിൽ പരിശുദ്ധമായ റമദാനിൽ നന്മ ചെയ്യാനുള്ള കളങ്ങൾ ഒരുക്കിയിട്ട് നന്മ ചെയ്യാതെ നമസ്കാരങ്ങൾ ചിട്ടവെക്കാതെ പരിശുദ്ധമായ റമദാനിൽ പോലും കള്ളു വ്യഭിചരിച്ച് സിനിമ കണ്ട് സീരിയൽ ഹറാമിന്റെ ലോകത്തേക്ക് വിഹരിച്ചവന് മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടു രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയവന് അന്യപെണ്ണുമായി ചങ്ങാത്തം അവളുമായി മോശപ്പെട്ട രീതിയിലുള്ളതാകുന്ന ഓരോ ചാറ്റിംഗ് നടത്തിക്കൊണ്ട് നിലകൊള്ളാനും നിന്റെ സമയങ്ങളെ ചെലവഴിച്ചവനെ ദുഃഖിക്കണേ അവനെതിരെ വന്നുകൊണ്ട് പറയുകയാണ്. മുത്തുനബി അവൻ അനുകൂലമായി ദുആ ചെയ്യാൻ തുനിയുമ്പോ, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുനിയുമ്പോ, ആകാശത്തിന്റെ അധിപനായ പടച്ചറപ്പിനോട് ദുആ ചെയ്യാൻ തുനിയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, ചെയ്യരുത്. ഇന്ന ഖസ്മഹു റമദാൻ. ഇവനെതിരായി സാക്ഷി നിൽക്കുന്നത് റമദാനാണ്, ഇവന്റെ എതിര് നിൽക്കുന്നത് റമദാനാണ്. അതുകൊണ്ട് കൈകൾ ഉയർത്തുന്നതിന് മുമ്പ് ആദരവായ പ്രവാചകനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകൾ താഴ്ത്തുകയാണ്. കാരുണ്യത്തിന്റെ പ്രവാചകൻ രണ്ട് കരങ്ങളും താഴ്ത്തുകയാണ്. എന്നിട്ട് മുത്തുനബി പറയുമത്രേ, അനബൈഉൻ മിമ്മൻ ഖസമഹു ശഹ്റു റമദാൻ. പവിത്രമായ റമദാൻ കടന്നു വന്നിട്ട് പാപം പൊറുപ്പിച്ചെടുക്കാത്തവൻ, റമദാനിൽ തെറ്റുകൾ വ്യാപൃതനായി നിലനിൽക്കുന്നുണ്ടോ? കാരുണ്യത്തിന്റെ 10 നൽകിയ, കാരുണ്യം വാങ്ങിച്ചെടുക്കാത്ത, മഗ്ഫിറത്തിന്റെ 10 നൽകിയ, പാപമോചനം നേടിയെടുക്കാത്തവൻ, നരകീയ മോചനത്തിന്റെ 10 നൽകിയ, നരകീയ മോചനം നേടിയെടുക്കാത്തവൻ, സ്വർഗപ്രവേശനത്തിന്റെ വാതാനങ്ങളും അല്ലാഹു മലർക്കെ തുറന്നു നിന്നിട്ട് ആ 8 കവാടങ്ങളിൽ ഏതെങ്കിലും സ്വർഗത്തിലേക്ക് കടക്കാൻ തയ്യാറാവാൻ ഈ ദുനിയാവിൽ മോശപ്പെട്ട പ്രവണതകൾ നടത്തിക്കൊണ്ട് നിലകൊണ്ടവരെ അനബരീഉൻ മിമ്മൻ ഖസ്മഹു ശഹ്റു റമദാൻ. റമദാൻ എതിരെ നിൽക്കുന്ന ഇവനെ തൊട്ട് ഞാൻ ഒഴിവാണ്, അവന് വേണ്ടി ദുആ ചെയ്യാൻ ഞാനില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നീ ഏത് തെറ്റ് ചെയ്തവനായിരുന്നാലും അല്ലാഹുവിന്റെ റസൂൽ നിനക്ക് കൈവന്നു, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ ശഫാഅത്ത് ചെയ്യും. പടച്ചറപ്പിന്റെ ഹളറത്തിന് കടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യും. പക്ഷേ റമദാനെ പരിഗണിക്കാത്തവനാണോ? റമദാനിൽ നന്മ ചെയ്യാത്തവനാണോ? ആ റമദാനിൽ തിന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവനാണോ? നിന്നെ രക്ഷിക്കാൻ ഹബീബായ നബിതങ്ങൾ പോലും കടന്നു വരൂല. ആരാണ് ഈ ഹബീബ്? അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചകർ നിന്റെ വിഷയത്തിൽ ഇടപെടില്ലത്രേ. നീ റമദാനിൽ തെറ്റ് ചെയ്തവനാണ് എങ്കിൽ ആ റമദാനിൽ പോലും റമദാനിനെ പരിഗണിക്കാതെ മോശമാകുന്ന ജീവിതമാണ് നയിച്ചതെങ്കിൽ പെങ്ങളെ നീ നാഷ്ടത്തിലാണ്, പ്രയാസത്തിലാണ്. ഒരാളെ രക്ഷിക്കാൻ ഉണ്ടാവൂല. ആരുവരെ എതിരാകും? ഹബീബ് മുഹമ്മദ് മുസ്തഫ.